ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഒരു വിവാദം, അതിൽ കൃത്യമായിട്ട് തെളിവുകൾ നൽകാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. എന്താണ് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻസ്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന വോട്ടിംഗ് ക്രമക്കേട് സംബന്ധിച്ചുള്ള വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തി. തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി അത് സബ്മിറ്റ് ചെയ്തത്. പക്ഷേ അതിനുശേഷം കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ ഇന്ന് തലസ്ഥാനത്ത് പ്രതിഷേധം ഇരമ്പും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ മാർച്ച് പ്രതിപക്ഷത്തിൻ്റെ ശക്തി മുഴുവൻ വിളിച്ചോതുന്നതായിരിക്കുമെന്നുള്ള അവകാശവാദമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കം 300ഓളം എംപിമാർ പ്രതിഷേധത്തിൽ അണിനിരക്കുമെന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും പറയുന്നത്. ബീഹാറിലെ SIR റദ്ദാക്കണമെന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യ സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്. പാർലമെൻറ്റിൽ നിന്നാകും എംപിമാർ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുക. വിജയ് ചൗക്കിൽ മാർച്ച് തടഞ്ഞേക്കും. 30 പ്രതിപക്ഷ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ എംപിമാരെയും കമ്മീഷൻ കാണണമെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് രൂപം നൽകാൻ കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വൈകിട്ട് 4:30 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. രാഹുൽ ഗാന്ധി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യ സഖ്യം നേതാക്കളുടെ യോഗവും വൈകിട്ട് ചേരും. ഖാർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്നായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഒരു ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോരാട്ടം തുടങ്ങിയ രാഹുൽ ഗാന്ധി തൻ്റെ പ്രചരണത്തിന് ദേശീയ പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ മുന്നേറ്റം. വോട്ട് ചോരി ഇൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ്റെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് ചോരി .in എന്ന പേരിലുള്ള വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാനാണ് രാഹുലിൻ്റെ ആഹ്വാനം. മിസ്ഡ് കോളിലൂടെയും പ്രചരണത്തിൽ ചേരാമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടേണ്ടത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സുതാര്യത ഉറപ്പാക്കാൻ അനിവാര്യമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ഏറുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി MA ബേബി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടക്കാരെ നിറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം നിയന്ത്രിക്കുകയാണെന്നും CPM ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങി കോൺഗ്രസുമായി നേരത്തെ തെറ്റി നിന്ന പാർട്ടികളും ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നേട്ടമാകും. നാളെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ സഖ്യം എംപിമാർക്ക് അത്താഴ വിരുന്ന് നൽകുന്നുണ്ട്. ബീഹാറിൽ സെപ്റ്റംബർ 1 നടക്കുന്ന മഹാറാലി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യപ്രഖ്യാപനമായി മാറും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വിഷയങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതം കോടതിക്ക് ഹാജരാക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ അതിന് വ്യക്തത വരുത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വസ്തുത. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മുൻപും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇതൊരു ഫോളോ അപ്പ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പൊടി പോലും കാണുന്നില്ല. പാർലമെൻറ്റിലടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത്തരം ആരോപണങ്ങളുമായി വരുമ്പോൾ ശക്തമായ രീതിയിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് അത് സർക്കാരിനെതിരെയുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. ഇതിപ്പോൾ NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മോദിയെ സംബന്ധിച്ച്, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ഇതൊരു തമാശയായി കാണുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചോദിക്കുന്നു, നിങ്ങളെന്താണ് കാണിക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു കോമാളി വേഷമായി മാറുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ? അതായത് ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പപ്പുമോൻ എന്ന് വിളിച്ച് ഒരു പക്വതയില്ലാത്തൊരു മോനാക്കിയിട്ട് രാഹുൽ ഗാന്ധി എല്ലാവരും അങ്ങ് മാറ്റി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഈ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുക, അടുത്ത ആരോപണത്തിലേക്ക് പോവുക എന്നതാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു രീതി.
ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനം ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുന്നത് വരെ ഒരു സമരം ചെയ്യുക എന്നൊരു രീതി കേരളത്തിലെ കോൺഗ്രസിനുമില്ല, ദേശീയ തലത്തിലുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പക്വതയോടുകൂടി കൃത്യതയോടുകൂടി പെരുമാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം ഈ കേരളത്തിലും മറ്റ് കർണാടകയിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന ആരോപണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു മൊഹബാൽപൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വീട്ടിൽ 80 വോട്ടുകൾ ചേർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ വീട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു കുഞ്ഞു മുറിയാണ് ആ വീട് എന്ന് പറയുന്ന ഒരു കുഞ്ഞു മുറിയും ഒരാൾ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് നടക്കാൻ പറ്റാത്ത അത്രയും വലിപ്പത്തിലുള്ള ഒരു അടുക്കളയുമാണ് ആ വീട്ടിലുള്ളത്. അവിടെ 80 പേര് പോയിട്ട് 3 ബംഗാളികളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എങ്ങനെയാണ് 80 പേർക്ക് വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമുണ്ടെങ്കിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ്. വെറും ഒരു വീട്ട് നമ്പർ വെച്ചിട്ട് മറ്റെവിടെയെങ്കിലും വോട്ടുള്ള ഈ പറഞ്ഞതുപോലെ 70 കുറച്ച് ആളുകളെ അവിടെ ചേർക്കുന്നത്. അപ്പോഴും ഒരു വീട്ട് നമ്പറിൽ 80 പേരെയൊക്കെ ചേർക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും സുപ്രീം കോടതി തന്നെ രാഹുൽ ഗാന്ധിയോട് കൃത്യമായിട്ട് ഇതിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ 30,000-ലധികം കള്ള വോട്ടുകൾ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണം. ഈ 30,000 വോട്ടുകൾ ചേർത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ വോട്ട് ചേർത്ത് കഴിയുമ്പം അവിടുത്തെ ബൂത്ത് തല ഏജന്റുമാർക്ക് അറിയില്ലായിരുന്നു ഇതെല്ലാം വ്യാജ വോട്ടുകളാണ് എന്നല്ല. പിന്നെ ഇത് വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ വർത്തമാനം പറയണത്. ഇവർക്കൊക്കെ അന്ന് ഇതൊന്നും മിണ്ടാൻ പറ്റിയില്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പുറത്തുവിട്ട ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂങ്കുന്നത്തുള്ള ഒരു ഫ്ലാറ്റിൽ 55-ാം നമ്പർ ഫ്ലാറ്റിൽ ഒരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ഏകദേശം 10-ലധികം ആളുകളെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഈ ഇലക്ഷൻ തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കേട്ട ഒരു സാധനമാണ്. ആൾപ്പാർപ്പില്ലാത്ത വീടുകളിലെല്ലാം 10-30 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, ആ ചേർത്ത വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് ആ ഒരു ഘട്ടത്തിൽ തന്നെ കേട്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞിപ്പോൾ ഏകദേശം 1 വർഷം പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ഇത്രയും നാളില്ലാത്ത ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നിർത്തിക്കൊണ്ടുവരുന്നതാണോ? അല്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു, ഇത്രയും കാലം ഉണ്ടായിരിക്കല്ലേ വേണ്ട. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് വിവരം കിട്ടുമല്ലോ, ഏതൊക്കെ സ്ഥലത്ത് ആരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണക്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ആ കണക്കെടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ ഇന്ന സ്ഥലങ്ങളിൽ ആൾ താമസമില്ലാത്ത വീടാണ്, പക്ഷേ അവിടെയൊക്കെ ആളെ ചേർത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവിടെയൊക്കെ ആളെ ചേർത്തു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ എന്തുകൊണ്ട് അന്ന് ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് കോടതിയിലേക്ക് പോയില്ല? ഈ രാഹുൽ ഗാന്ധി അവിടെ പറയുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് അത് ഉന്നയിക്കാൻ സാധിക്കണം. അല്ലാതെ പിന്നീട് ഉന്നയിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തെളിവുമായിട്ട് പോകാം, നമുക്ക് പരിശോധിക്കാം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനാണെങ്കിലും സമൻസ് വന്നിട്ടുണ്ട്. അപ്പം ആ വന്ന സ്ഥിതിക്ക് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടിയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലെന്തായാലും ഇരുപക്ഷവും സത്യവാങ്മൂലം ഉടനെ തന്നെ കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.